മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നൽകിയ ഈ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിന് ഒന്നുചേർന്ന് നമുക്ക് നന്ദി പറയാം. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം നവമത്രേ എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ രാത്രി നിദ്രയിലായിരുന്ന എത്രയോ പേരാണ് ഈ ലോകം വിട്ട്, പ്രിയപ്പെട്ടവരെ വിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയത്. ഇനി പ്രഭാതം കാണാനും ഈ ദിനത്തിലായിരിക്കാനും ദൈവം നമ്മെ അനുവദിച്ചതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ കരുതലുണ്ട്, സ്നേഹമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മിൽ ദൈവത്തിന് പ്രതീക്ഷയുണ്ട് എന്ന് തിരിച്ചറിയാം. ദൈവത്തിൻ്റെ ആ പ്രതീക്ഷയിലേക്ക് ഉയർന്ന് ജീവിക്കുവാൻ ദൈവം ഈ ദിനം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് ഈ പ്രഭാതത്തിൽ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും ഈ ശുശ്രൂഷയെ വലിയ അനുഗ്രഹമാക്കി മാറ്റുന്നത്. അമ്മയുടെ മൂലഹൃദയത്തോട് ലോകമെമ്പാട് TV സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്ന വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടുമായിരിക്കുന്ന അനേകായിരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. രാപകൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെ അമ്മയുടെ മൂലഹൃദയത്തോട് സമർപ്പിച്ച് നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഇതിന് ദൈവമായ കർത്താവ് നൽകുന്ന തിരുവചനങ്ങൾക്കായി നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവവചനത്തിനു വേണ്ടി നമ്മെ ഓരോരുത്തരെയും ഒരുക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനോട് ഈ നിമിഷങ്ങളിൽ നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് നിറയണമേ. ഞങ്ങളുടെ ചിന്തയെ, ഞങ്ങളുടെ ബുദ്ധിയെ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാം പരിശുദ്ധാത്മാവെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ കേൾക്കാൻ പോകുന്ന തിരുവചനങ്ങളെ പ്രാർത്ഥനയോടെ സ്വീകരിക്കാനും ഈ തിരുവചനങ്ങൾക്ക് 100 മേനി ഫലം നൽകുവാനും പരിശുദ്ധാത്മാവെ നീ ഞങ്ങളിൽ അഭിഷേകമായി വന്ന് നിറയണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി പ്രിയപ്പെട്ടവർ അകാരണമായി, അവിചാരിതമായി വേർപെട്ടതിൻ്റെ ദുഃഖങ്ങളിലായിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാ വേദനകളെയും അവരുടെ ഉത്കണ്ഠകളെയും കർത്താവിൻ്റെ സ്നേഹകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ് ഈ ദിനം നമ്മുടെ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ദൈവം തരുന്നത്. പ്രാർത്ഥനാപൂർവം തിരുവചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം.
യേശു വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ലും വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്തെന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകളിൽ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായൊരു അത്ഭുതമാണ് ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം ലാസറിൻ്റെ മരണത്തോടെയാണ് ആരംഭിക്കുന്നത്. പിന്നീട് കർത്താവ് ലാസറിൻ്റെ ഭവനം സന്ദർശിക്കുന്നു. അതിനുശേഷമാണ് കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്നത്. കർത്താവ് ലാസർ മരിക്കുമ്പോൾ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നില്ല. മരിച്ച് 4 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈശോ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇതിലെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകളെയും പരിപാലനത്തെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കണം. ഒരുപക്ഷെ നമ്മൾ തന്നെ വിചാരപ്പെടാവുന്നൊരു കാര്യമാണ്, ലാസറിനെ, ആ കുടുംബത്തെ ഈശോ അത്യധികമായി സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമാണെന്ന് വചനം വെളിപ്പെടുത്തുന്നു. ഒരുപക്ഷെ അത്രയധികം ഈശോ സ്നേഹിച്ചിരുന്ന മറ്റൊരു വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുമില്ല. അപ്പോൾ എന്നിട്ട് ലാസർ മരിക്കുന്ന വേളയിൽ കർത്താവ് ആ ഭവനത്തിലേക്ക് പോകുന്നില്ല. അവർ രോഗിയാണെന്ന് ശിഷ്യന്മാർ അറിയിക്കുന്നുണ്ട്. അപ്പോഴും ഈശോ പോയില്ല. മരിച്ച് 4 ദിവസം കഴിയുമ്പോൾ ഈശോ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പള്ളിയിൽ വികാരിച്ചനോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്തോ ഒക്കെ ഇങ്ങനൊരു രീതിയിൽ കടന്നു വന്നാൽ നമ്മൾ ചോദിക്കും, ഇപ്പം എന്തിനാണെങ്കിൽ പോകുന്നത്? രോഗാവസ്ഥയിൽ കടന്നു, ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. മരിച്ച അടക്കം കഴിഞ്ഞു, അപ്പോഴും നാട്ടുകാരും വീട്ടുകാരും സർവ്വ മനുഷ്യരും യാതൊരു ബന്ധമില്ലാത്തവരൊക്കെ വന്നു, അപ്പോഴും വന്നില്ല. ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? പ്രിയമുള്ളവരെ, ഇങ്ങനൊരു മനോഭാവത്തോടെ ആയിരിക്കും നമ്മളൊക്കെ സംസാരിക്കുക. ലാസറിൻ്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുമ്പോൾ, 4 ദിവസങ്ങൾ കഴിഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ, മർത്തയുടെ വാക്കുകളിൽ ഈ ആത്മഭാരം നമുക്ക് വ്യക്തമായി തിരിച്ചറിയാം. മർത്ത കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ മരിക്കുന്നതിന് മുമ്പ് നീ ഒന്നും വന്നിരുന്നുവെങ്കിൽ ആ മരിക്കുകയില്ലായിരുന്നു, അവൻ ജീവനോടെ എപ്പോഴും ഈ ഭവനത്തെ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഇതാ മർത്ത ഈശോയോട് പറയുക. ഇതെല്ലാം ശാന്തമായ ക്ഷമയോടെ ഈശോ കേട്ടിട്ട് എല്ലാം കഴിയുമ്പോൾ ഈശോ മർത്തയോട് പറയുന്നുണ്ട്, ഈ വചനത്തിന് തൊട്ട് മുമ്പ്, അവൻ ഉയർത്തെഴുന്നേൽക്കും, നീ എന്തിനാ വിഷമിക്കുന്നത് എന്ന ഭാവത്തിലാണ് ക്രിസ്തു മർത്തയോട് സംസാരിക്കുക. അപ്പോൾ മർത്ത പറഞ്ഞു, അതൊക്കെ ശരിയാ, അന്ത്യദിനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം, കാരണം അവൻ നല്ലവനായിരുന്നു, എൻ്റെ സഹോദരനായിരുന്നു എന്നൊക്കെ എനിക്കറിയാം. അന്ത്യദിനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ അവളോട് പറയാണ്, മർത്ത, നീ എന്താണ് ഈ പറയുന്നത്? ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. മരിച്ച ലാസറിന് ജീവൻ നൽകാൻ എനിക്ക് കഴിയും എന്ന് ചുരുക്കം എന്നാണ് ക്രിസ്തു അവളോട് പറയുക. ഇത് പറഞ്ഞിട്ട് ഈശോ അവളോട് ചോദിക്കുകയാണ്, ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോഴാണ് മരിച്ച ലാസറിൻ്റെ സഹോദരി മർത്ത ഈശോയോട് പറയുക, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് മർത്ത ഏറ്റുപറയുമ്പോഴാണ് ഈശോ ലാസറിൻ്റെ കുഴിമാടത്തിങ്കിലേക്ക് നടന്നു നീങ്ങുക. ആ കുഴിമാടത്തിന് മുമ്പിൽ വന്ന് നാം ഈ കേട്ട അത്ഭുതം സംഭവിക്കുക.
കർത്താവ് കല്ലുരുട്ടി മാറ്റാൻ പറയുമ്പോൾ മർത്ത പറയുന്നുണ്ട്, കർത്താവേ നീ എന്തേ പറയുന്നത്? ഇപ്പോൾ കല്ലുരുട്ടി മാറ്റി ദുർഗന്ധം വരെ മരിച്ച് 4 ദിവസം കഴിഞ്ഞു. നീ എന്ത് അവിവേകമാണ് പറയുന്നത്? മനുഷ്യരുടെ മുമ്പിൽ നാണം കെടാതെ. അപ്പോൾ കർത്താവ് മർത്തയോട് ധൈര്യപൂർവ്വം പറയുകയാണ്, അവൻ ഉയർത്തെഴുന്നേൽക്കും, കല്ലുരുട്ടി മാറ്റ്. അവർ കല്ലുരുട്ടി മാറ്റിയപ്പോഴാണ് ഈശോ പറയുക, ലാസറെ നീ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരുന്ന അവസ്ഥയിൽ അവൻ പുറത്തു വന്നു. ഈശോ അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുക, അവൻ പോകട്ടെ, അവൻ സ്വതന്ത്രനാകട്ടെ. പ്രിയമുള്ളവരെ, എത്രയോ വലിയ അത്ഭുതമാണിത്. ഈ മരിച്ച ലാസറിനെ ഉയർപ്പിക്കും മുമ്പ് ക്രിസ്തു നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രാർത്ഥനയിലേക്കാണ്. ഈശോ ആ കുഴിമാടത്തിന് മുമ്പിൽ, കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് തൻ്റെ പിതാവിനെ സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, എൻ്റെ പ്രാർത്ഥന അങ്ങ് ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ലാസർ ഉയർത്തു വരും മുമ്പാണ് ക്രിസ്തു പ്രാർത്ഥിങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടി, വിദേശത്ത് പോയ മകളുടെ ആദ്യത്തെ ശമ്പളം നമ്മുടെ അക്കൗണ്ടിൽ വന്ന് 3 ലക്ഷം രൂപ വന്ന് വീണിട്ട് ഉപകാരസ്മരണ പറയാൻ നമുക്കാർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? അതിൽ വിശ്വാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആർക്ക് സാധിക്കുന്ന കാര്യമാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യം, നമ്മൾ ചെയ്ത കാര്യം, അധ്വാനം, അതിൻ്റെ ഫലം കാണുമ്പോൾ, സ്വീകരിക്കുമ്പോൾ നന്ദി പ്രകാശിപ്പിക്കുക എന്ത് എളുപ്പമുള്ള കാര്യമാണ്. അതിനൊന്നും വിശ്വാസത്തിൻ്റെ പ്രത്യേക ആവശ്യമില്ല. ഏത് മനുഷ്യനും അത് വിശ്വാസി അല്ലെങ്കിൽ പോലും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നാൽ ലാസർ പുറത്തു വരും മുമ്പ് ക്രിസ്തു പിതാവിന് നന്ദി പറയണം. പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നീ എൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുമെന്നും എനിക്കറിയാം. എങ്കിലും എൻ്റെ പിതാവേ, കാണുന്ന ജനം മുഴുവൻ നിന്നെ അറിയാൻ, നിന്നെ വിശ്വസിക്കാൻ വേണ്ടി ഞാനിത് പറയുകയാണ്. ലാസറെ നീ പുറത്തു വരിക. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവം, മനസ്സ് എന്തെന്നാണ് ക്രിസ്തു വെളിപ്പെടുത്തുക? എന്തെന്നാണ് ക്രിസ്തു നമ്മോട് പറയുക? 10 കുഷ്ഠരോഗികളെ കർത്താവ് ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ സുഖപ്പെടുത്തി നമ്മൾ വായിക്കുന്നുണ്ട് തിരുവചനത്തിൽ. പ്രിയമുള്ളവരെ, അവർ കർത്താവിനെ സമീപിച്ച് ഞങ്ങൾ സുഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ കർത്താവ് അവരോട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾ പോയി പുരോഹിതർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക. അപ്പോഴും കുഷ്ഠം അവരുടെ കൈകളിൽ ശരീരത്തിലുണ്ടായിരുന്നു, കുഷ്ഠത്തിന് വ്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ പോയി പുരോഹിതന് കാണിച്ചു കൊടുക്കുന്ന കർത്താവ് പറയുമ്പോൾ വിശ്വാസത്തോടെ തങ്ങളെ കുഷ്ഠം വിട്ടുമാറിയിട്ടില്ലെങ്കിലും കർത്താവ് ഇടപെടുമെന്ന് കരുതി അവർ പുരോഹിതനെ കാണാൻ പോവുകയാണ്. ആ വഴിയിൽ വെച്ചാണ് അവരുടെ ശരീരത്തിലെ കുഷ്ഠം മാറിയത് അവരറിയുന്നത് പോലും. അതിലൊരു സമരിയാക്കാരൻ വന്ന് കർത്താവിൻ്റെ അരികിൽ വന്ന് നന്ദി പറയുന്നതും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, ഇതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ സ്വീകരിച്ചതിന് ശേഷമല്ല നമ്മുടെ വിശ്വാസം അത് നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറയേണ്ടത്. മറിച്ച് ഞാൻ പ്രാർത്ഥിച്ച കാര്യം ദൈവം എനിക്ക് തന്നു കഴിഞ്ഞു, തമ്പുരാനെ നന്ദി, ഞാനത് സ്വീകരിച്ചതിന് തുല്യമാണ്, ദൈവമേ തമ്പുരാനെ നന്ദി എന്ന് പറഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന വിശ്വാസമുണ്ട്. ജീവിതത്തിൽ അപ്രാപ്യമായതൊന്നുമില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. മരിച്ച 4 അല്ല 14 ദിവസങ്ങൾ കഴിഞ്ഞാലും കർത്താവിന് ഒരുവന് ജീവൻ നൽകാൻ പറ്റും. അവൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് കർത്താവ് ഈ അത്ഭുതത്തിലൂടെ നമ്മെ ഓരോരുത്തരെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ മനോഹരമായ ഒരു അത്ഭുതമാണ്, ഒരു വലിയ വെളിപ്പെടുത്തലാണ് കർത്താവ് മരിച്ച ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് നാം ഓരോരുത്തർക്കും നൽകുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇത്ര വലിയ ആഴമുള്ള ഒരു വിശ്വാസം സ്വന്തമാക്കുവാൻ കർത്താവെ കൃപ നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് ചേർന്ന് നമുക്ക് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ കർത്താവെ, നീ ഞങ്ങളെ ഓരോരുത്തരെ അനന്തമായി സ്നേഹിക്കുന്നതിനെ ഓർത്ത്, കരുതുന്നതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശുവെ, ലാസർ മരിച്ച് 4 ദിവസങ്ങൾക്കിപ്പുറം അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ പ്രിയ സഹോദരിമാരുടെ ഭാരങ്ങളെ ഏറ്റെടുത്ത് ആ ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വമാണല്ലോ നീ വെളിപ്പെടുത്തിയത്.
നീ മർത്തയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. കർത്താവെ, ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പ്രതികൂലങ്ങളിലും രോഗങ്ങളിലൊക്കെ ഞങ്ങളായിരിക്കുമ്പോഴും വിശ്വസിച്ച് നിൻ്റെ മഹത്വം കാണുവാൻ അനുഗ്രഹം കർത്താവെ നീ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ, നീ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവ്, നീയാണ് ജീവൻ്റെ ആത്മാവ്. നീ കടന്നു വന്നാൽ ഏത് മർത്യ ശരീരം ജീവനുള്ളതായി തീരുമെന്ന് ഈ അത്ഭുതം ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, നീ ഞങ്ങളിലേക്കും എഴുന്നള്ളി വന്ന് ദൈവത്തിൻ്റെ ജീവൻ കൊണ്ട് നീ ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് നിത്യവും മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരെ, ജീവിത വഴികളിൽ വിശ്വാസമെന്ന പുണ്യത്തിൽ ഞങ്ങൾ വളരുവാൻ നിറയുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നൽകണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽമാരാകമാരെ, ദൂതന്മാരെ, ജീവിത വഴികളിലെന്നും ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ടി വി സ്ക്രീനിന് മുമ്പിലായിരുന്ന് വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് ഒരേ മനസ്സോടെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വർഗത്തിലേക്ക്, നല്ല ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. ഈ കാലഘട്ടത്തിൽ കത്തോലിക്ക തിരുസഭയെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തിയ പരിശുദ്ധ ലിയോ പാപ്പയോടും കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസി സമൂഹങ്ങളോട് ചേർന്ന് ഒരേ മനസ്സോടെ നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഒരു കൂട്ടായ്മയായി നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും രോഗങ്ങളിലും വേദനകളിലുമായിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ നിമിഷ സ്നേഹപൂർവ്വം നമുക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്കും വിലയേറിയ പ്രാർത്ഥനകൾക്കും യേശുവിൻ്റെ തന്നെ നാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായി മാറുവാൻ ഇടവരുത്തുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും ചൊല്ലുന്ന ജപമാലകളിലും നൊവേന പ്രാർത്ഥനകളിലൊക്കെ ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മരിയൻ കൂടാരങ്ങളിൽ പ്രേക്ഷിത മകരാപകൽ നിങ്ങൾ ഓരോരുത്തരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥനയിലാണ്. സ്വർഗത്തിൻ്റെ നല്ല ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ കരുതലും കരുണയും നിങ്ങൾക്കായി വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോയുടെ അനുഗ്രഹ നാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.